നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 അവസാനം മഹാരാഷ്ട്രയിലേക്കും ഹരിയാനയിലേക്കുമുള്ള സീറ്റുകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഇന്ത്യ മുന്നണി 30 സീറ്റുകളിലാണ് വിജയിച്ചത്. അതായത് മഹാവികാസ് അഘാടി സഖ്യം എന്നത് വലിയ വിജയമായിരുന്നു ജനങ്ങൾക്കിടയിൽ എന്നുള്ളത് നേരിട്ട് BJPക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. BJPയേക്കാൾ ഏറെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു. കോൺഗ്രസിന് 13 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 9 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. 8 സീറ്റുകളുമായി ശരത് പവാർ തൻ്റെ കരുത്ത് തെളിയിക്കുകയും യഥാർത്ഥ NCP ആരാണ് എന്നുള്ളത് അജിത് പവാറിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അജിത് പവാറിന് ആകെ കിട്ടിയത് 1 സീറ്റാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, BJPക്ക് 10 ലോക്സഭാ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. 10 സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് മാത്രമല്ല, അവിടെ ഏക്നാഥ് ഷിൻഡെ 7 ലോക്സഭാ സീറ്റുകളിലേക്ക് വിജയിച്ചു. പക്ഷേ ഏക്നാഥ് ഷിൻഡെ വളരെ വൈകാതെ തന്നെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുമായി വീണ്ടും മെർജ് ചെയ്യാനുള്ള, വീണ്ടും ലയിക്കാനുള്ള സാധ്യതകൾ BJPക്ക് വലിയ വിലങ്ങുതടിയാവും. നമുക്കറിയാം, BJPയുടെ ഓപ്പറേഷൻ അത് വലിയ രീതിയിൽ നടത്തിയാണ് ശിവസേനയെ പിളർത്തിയെടുത്തത്. അതിനുശേഷമാണ് NCPയിൽ നിന്നും അജിത് പവാറിനെ പിളർത്തിയെടുത്ത് NCPയുടെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും നിയമ പോരാട്ടം നടത്തി അജിത് പവാർ താൽക്കാലികമായി സ്വന്തമാക്കിയത്. പക്ഷേ അതൊന്നും കൊണ്ട് ജനങ്ങൾക്കിടയിൽ അജിത് പവാറിന് ഒരു രീതിയിലുള്ള നേട്ടവുമില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. യഥാർത്ഥ NCP ശരത് പവാറാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു താമസവുമില്ലായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലുള്ള ഫലം, ഇതിനേക്കാൾ ആക്കം കൂടുന്ന രീതിയിൽ ഇന്ത്യ മുന്നണി ആവർത്തിച്ചാൽ പിന്നെ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും അജിത് പവാർ NCP വിഭാഗത്തിനും BJPക്കും വലിയ നാണക്കേടായിരിക്കും. ഇപ്പോൾ തന്നെ ഫഡ്നാവിസിന് വലിയ നാണക്കേട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് BJP നേതൃത്വം മഹാരാഷ്ട്രയിൽ പൊട്ടിപ്പാളീസാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് BJPക്ക് മേൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. അതിന് കാരണം കൂട്ടായ നേതൃത്വമാണ്. ഒരുമിച്ചുള്ള നീക്കമാണ് കോൺഗ്രസിനെയും ഉദ്ധവ് താക്കറെയെയും അതുപോലെ ശരത് പവാറിനെയും വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് കോൺഗ്രസിൻ്റെ നേതാവായ നാനാ പട്ടോളെ അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നാനാ പട്ടോളെ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു: വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ജനങ്ങൾ നിലം തൊടിയിക്കാതെ പറഞ്ഞയക്കുമെന്നും ജനങ്ങൾക്ക് ആവശ്യം സുസ്ഥിരമായ ഭരണമാണെന്നും ഉദ്ധവ് താക്കറെ തള്ളിയിട്ടവർക്കുള്ള പാഠമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെന്നും കൃത്യമായി മനസ്സിലാക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സഞ്ജയ് റാവത്തിനെ കുടുക്കാൻ, സഞ്ജയ് റാവത്തിനെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടി BJP നാളുകളായി ശ്രമിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നേരത്തെ NCP നേതാവായിരുന്ന നവാബ് മാലിക്കിനെ കുടുക്കിയതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ഏറ്റവും വലിയ കരുത്തനായിട്ടുള്ള സഞ്ജയ് റാവത്തിനെ കൊടുക്കാനും ശ്രമിക്കുകയാണ്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരയായിരിക്കുമെന്ന് നാനാ പട്ടോളെ പറയുന്നുണ്ട്.